നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് അഥവാ മൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിലവിൽ ഡിവോസ്കിസ് എൻ ഗെയിം മാനുവലിന്റെ 23ാമത്തെ പേജിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഈ കാണുന്ന 3 പൊസിഷൻസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ബോർഡിൽ കാണുന്ന ഈ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യം എന്താണ് മൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ കാണുന്ന പൊസിഷനിൽ ഞാൻ ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 സ്ക്വയറുകളെയാണ് നമ്മൾ മൈൻഡ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അഥവാ ഈ കാണുന്ന ഈ റെഡ് സ്ക്വയറിലേക്ക് ബ്ലാക്കിന്റെ കിങ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ബ്ലാക്കിന് ഗെയിം നഷ്ടമാവും. അതുപോലെ ഈ കാണുന്ന റെഡ് സ്ക്വയറിലേക്ക് വൈറ്റിന്റെ കിങ് ആണ് ആദ്യം വരുന്നതെങ്കിൽ വൈറ്റിനും ഗെയിം നഷ്ടമാവുന്നതായിരിക്കും. ഉദാഹരണത്തിന് വൈറ്റിന്റെ കിങ് ഇവിടെ C4ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ C4 എന്ന് പറയുന്നത് ഒരു മൈൻഡ് സ്ക്വയർ ആണ്. അഥവാ വൈറ്റ് ഒരിക്കലും ആദ്യം ഈ സ്ക്വയറിലേക്ക് കാലെടുത്ത് വെക്കരുതായിരുന്നു. ഇതിന് മറുപടി എന്ന രീതിയിൽ ബ്ലാക്ക് ഉടനെ തന്നെ B6ലേക്ക് കിങ്ങിനെ മൂവ് ചെയ്യിക്കും. അടുത്തായിട്ട് വൈറ്റിന്റെ മൂവ് ആണ്. നമുക്കറിയാം B4 എന്ന് പറയുന്ന സ്ക്വയർ ബ്ലാക്കിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ കിങ്ങിന് B4ലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ഈ കിങ് C3യിലേക്കോ അല്ലെങ്കിൽ B3യിലേക്കോ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ബ്ലാക്ക് കിങ്ങിന് B5 പോണിനെ വെട്ടിയെടുക്കാനും തുടർന്ന് ഈ ഗെയിം വിജയിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മൈൻഡ് സ്ക്വയറിലേക്ക് ഒരു കിങ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിലെ വൈറ്റിന്റെ ഏറ്റവും നല്ല മൂവ് എന്തായിരിക്കും? ഇവിടെ വൈറ്റിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ C3യിലേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലാക്കിന്റെ കൃത്യമായ മൂവ് ഈ കിങ്ങിനെ B7ലേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ കിങ് B6ലേക്കും അതുപോലെ തന്നെ ഈ കിങ് C4ലേക്കും ആദ്യം കാലെടുത്ത് കുത്തരുത്. ഇതാണ് മൈൻഡ് സ്ക്വയറിന്റെ പ്രധാനപ്പെട്ട ആശയം. നമുക്ക് 2 ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. ഈ കാണുന്ന പൊസിഷനിൽ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഗെയിമിന്റെ റിസൾട്ട് എന്തായിരിക്കും? നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഗെയിം ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ EC സ്ക്വയറും അതുപോലെ തന്നെ C5 സ്ക്വയറും ഇത് രണ്ടും മൈൻഡ് സ്ക്വയറുകളാണ്. അഥവാ വൈറ്റ് ഇവിടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് പരാജയപ്പെടും. ഇനി ബ്ലാക്ക് ആണ് ആദ്യം ഈ സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കും പരാജയപ്പെടും. ഈ കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ മൂവ് ചെയ്യുന്നത് കിങ്ങിനെ F6ലേക്കാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ചില പൊസിഷനുകളിൽ ഒന്നിൽ കൂടുതൽ മൈൻഡ് സ്ക്വയറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഈ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അടുത്തായിട്ട് ബ്ലാക്ക് ആണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്കിന്റെ കിങ് C7ലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. കിങ് C7ലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിനെ നമുക്കൊരു മൈൻഡ് സ്ക്വയർ ആയിട്ട് പറയാൻ സാധിക്കും. അതിന് കാരണം കിങ് C7ലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റിന്റെ കിങ് അടുത്തതായിട്ട് E7ലേക്ക് വരും. ഈ പോണിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ബ്ലാക്കിന്റെ കിങ്ങിന് C6ലേക്ക് വന്നുകൊണ്ട് ഈ പോണിന് സപ്പോർട്ട് നൽകാൻ സാധിക്കില്ല. കാരണം ഈ സ്ക്വയർ എന്ന് പറയുന്നത് വൈറ്റ് പോണിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ കിങ്ങിന് വീണ്ടും B6ലേക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പോൺ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ പ്രധാനമായും 3 മൈൻഡ് സ്ക്വയറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും പൊസിഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇവിടെ ബ്ലാക്കിന്റെ മൂവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ബ്ലാക്ക് കിങ്ങിന് സാധ്യമായ മറ്റൊരു മൂവ് കിങ്ങിനെ B5ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മൂവിന് ശേഷം വൈറ്റ് കിങ് E7ലേക്ക് വരികയും ഈ പോണിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ബ്ലാക്കിന്റെ കിങ്ങിന് D6 പോണിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ കിങ് C5ലേക്ക് വരേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം, ഈ C5 സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സ്ക്വയർ ആണ്. അഥവാ കിങ് ഇതിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിന്റെ കിങ് E6ലേക്ക് മൂവ് ചെയ്യും. പിന്നീട് ബ്ലാക്കിന്റെ കിങ്ങിന് ഈ പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ കിങ് വേറെ ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വൈറ്റിന്റെ കിങ് ഈ ബ്ലാക്ക് പോണിനെ വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം പൊസിഷനുകളിൽ ആർക്കാണ് ആദ്യത്തെ മൂവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മൈൻഡ് സ്ക്വയർ, കറസ്പോണ്ടിങ് സ്ക്വയർ, അതുപോലെ ഓപ്പോസിഷൻ, കീ സ്ക്വയർ, ഇത്തരം സങ്കല്പങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ കിങ് പോൺ എൻ ഗെയിമുകളിൽ എങ്ങനെയാണ് വിജയം കൈവരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അടുത്തതായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പൊസിഷൻ എന്താണെന്ന് പരിശോധിക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ ബ്ലാക്ക് ആണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്കിന്റെ കിങ് B7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ഇവിടെ നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തേണ്ട കാര്യം വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായിരിക്കും ഈ ഗെയിമിന്റെ ഒരു റിസൾട്ട്? നിങ്ങൾക്ക് എന്തായാലും ഒരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വൈറ്റിന്റെ കിങ്ങിന് പ്രധാനമായും 3 മൂവുകളാണുള്ളത്. ഒന്ന്, ഈ കിങ്ങിന് A5ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ B4ലേക്ക് വരാം, അല്ലെങ്കിൽ B3ലേക്ക് വരാം. ഈ 3 മൂവുകളിൽ ഏതാണ് കൃത്യമായ മൂവ്? നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ പൊസിഷനിൽ വൈറ്റിന്റെ കറക്റ്റ് മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ B3യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിന് ഓപ്പോസിഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓപ്പോസിഷൻ എന്ന് പറയുന്ന സങ്കല്പമല്ല, സന്ദർഭവശാൽ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ B3യിലേക്കുള്ള മൂവ് എന്തുകൊണ്ട് മികച്ച മൂവായി എന്ന് അറിയണമെങ്കിൽ നമ്മൾ മറ്റ് മൂവുകൾ നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് വൈറ്റിന്റെ കിങ് ഇവിടെ A5ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ബ്ലാക്കിന്റെ കിങ് ഉടനെ തന്നെ A7ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് കിങ്ങിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇങ്ങനൊരു വിഷയം ഉള്ളത് കൊണ്ടാണ് കിങ്ങിനെ A5ലേക്ക് മൂവ് ചെയ്യിക്കുന്നത് നല്ലൊരു മൂവായി നമ്മൾ പരിഗണിക്കാത്തത്. അടുത്തതായിട്ട് കിങ് B4ലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന്റെ കിങ് അടുത്തതായിട്ട് A6ലേക്ക് വരും. വൈറ്റിന്റെ കിങ് A4ലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ പൊസിഷനിലേക്ക് തിരിച്ചെത്തുകയാണ്. ഓക്കെ, വൈറ്റിന്റെ കിങ് അടുത്തതായിട്ട് C4ലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്കിന്റെ കിങ് A5ലേക്ക് വരും. പിന്നീട് വൈറ്റ് കിങ് D4ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന്റെ കിങ് ഉടനെ തന്നെ B5ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ബ്ലാക്കിന്റെ കിങ് C5 പോൺ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് വൈറ്റിന്റെ കിങ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പോൺ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് സ്ക്വയറുകളെയും ഒരു മൈൻഡ് സ്ക്വയർ ആയിട്ട് വിളിക്കാവുന്നതാണ്. അപ്പം ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പൊസിഷനിൽ വൈറ്റിന്റെ കിങ് B3യിലേക്ക് വരുന്നതാണ് ഏറ്റവും മികച്ച മൂവ് എന്ന് പറയാനുള്ള കാരണം. ഇവിടെ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, വൈറ്റിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ D4 സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സ്ക്വയർ ആണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അടുത്ത ബ്ലാക്കിന്റെ മൂവ് ആണ്. ബ്ലാക്ക് കിങ്ങിനെ A6ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അതിനുശേഷം വൈറ്റിന്റെ കിങ് B4ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ബ്ലാക്ക് കിങ് B7ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റിന്റെ കിങ് C4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ് A6ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത വൈറ്റിന്റെ മൂവ് ആണ്. വൈറ്റ് ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്യിക്കുന്നത് D3യിലേക്കാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന സങ്കല്പം അറിയാവുന്ന ഒരാൾ മാത്രമേ ഈ കിങ്ങിനെ D3യിലേക്ക് മൂവ് ചെയ്യിക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാ കളിക്കാരും ഈ കിങ്ങിനെ ഈ പൊസിഷനിൽ സ്വാഭാവികമായും D4ലേക്കായിരിക്കും മൂവ് ചെയ്യിക്കുക. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിന് ഈ ഗെയിം നഷ്ടമാവും. അപ്പോൾ വൈറ്റ് കിങ് നമ്മൾ പറഞ്ഞതുപോലെ D3യിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത ബ്ലാക്കിന്റെ മൂവ് ആണ്. ബ്ലാക്ക് കിങ്ങിന് ഒരു കാരണവശാലും B5ലേക്ക് വരാൻ സാധിക്കില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ ബ്ലാക്കിന് ഗെയിം നഷ്ടമാവും. അതിന്റെ കാരണം നമുക്കറിയാം, ഇതൊരു മൈൻഡ് സ്ക്വയർ ആണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ബ്ലാക്കിന്റെ കിങ് A5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ് E4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ഈ പൊസിഷനിൽ ബ്ലാക്കിന്റെ കിങ്ങിന് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? നമുക്കറിയാം, ബ്ലാക്കിന്റെ കിങ് B5ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മൈൻഡ് സ്ക്വയർ ആണ്. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിന്റെ കിങ് D4ലേക്ക് മൂവ് ചെയ്യും. ഇനി ഇവിടെ ബ്ലാക്ക് ആണ് മൂവ് ചെയ്യുന്നത്. ബ്ലാക്കിന്റെ കിങ് A4ലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈറ്റിന്റെ കിങ് ഉടനെ തന്നെ E5ലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ബ്ലാക്കിന്റെ കിങ് B5ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കിങ് D6ലേക്ക് മൂവ് ചെയ്യുകയും അടുത്ത മൂവുകളിൽ ഈ പോണിനെ വെട്ടിയെടുക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ B5ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഗെയിം നഷ്ടമാവുന്നതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് കിങ്ങിനെ A4ലേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴും. നിങ്ങൾക്ക് വേണമെങ്കിൽ A4ലേക്ക് മൂവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനും കൂടി ഈ മൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത പൊസിഷനിലേക്ക് പ്രവേശിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഗെയിമിൽ എങ്ങനെയാണ് വൈറ്റിന് വിജയിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ബ്ലാക്കിന് ഈ ഗെയിം സമനിലയിൽ പിടിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏകദേശം ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വൈറ്റ് കിങ്ങിന് പ്രധാനമായും 3 മൂവുകളാണുള്ളത്. ഒന്ന് കിങ്ങിനെ B4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഈ കിങ്ങിനെ D4ലേക്ക് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഈ കിങ്ങിനെ D3ലേക്ക് മൂവ് ചെയ്യിക്കാം. നമുക്ക് ഈ 3 മൂവുകളിലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇതിൽ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കിങ്ങിനെ B4ലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഞാൻ വളരെ വേഗത്തിൽ ഈ മൂവുകളൊന്ന് പറഞ്ഞു പോവാം. ബ്ലാക്കിന്റെ കിങ് E6ലേക്ക് വരും. വൈറ്റ് കിങ് ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് വീണ്ടും മുന്നോട്ട് വരുന്നു. വൈറ്റ് പുഷ് ചെയ്യുന്നു. ബ്ലാക്ക് ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് വീണ്ടും പുഷ് ചെയ്യുന്നു. തുടർന്ന് ബ്ലാക്കും വൈറ്റും പോണുകളെ പുഷ് ചെയ്യുകയും രണ്ടുപേരും പോണുകളെ ക്യൂനാക്കുകയും ചെയ്യുന്നു. ഈ പൊസിഷനിലെ തിയററ്റിക്കൽ ആയിട്ടുള്ള വശം എന്ന് പറയുന്നത്, ഈ രണ്ട് ക്യൂന് തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു പോവും. പിന്നെ ബാക്കിയുള്ളത് ഈ റൂക്ക് പോണാണ്. നമുക്കറിയാം, റൂക്ക് പോണിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും ഈ ഗെയിം സമനിലയിലായിരിക്കും പിരിയുക. ഇപ്പോൾ വൈറ്റ് കിങ് B4ലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ സാധ്യമായ മറ്റൊരു മൂവ് കിങ്ങിനെ D4ലേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ബ്ലാക്കിന്റെ കിങ് അടുത്തതായിട്ട് E6ലേക്ക് വരും. പിന്നീട് ഈ കിങ് മാറി നിൽക്കുകയാണെങ്കിൽ ഈ പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ D4 സ്ക്വയർ എന്ന് പറയുന്നത് വൈറ്റ് കിങ്ങിന് മൈൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഈ രണ്ട് മൂവുകളുടെയും പ്രശ്നം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിലെ കൃത്യമായ മൂവ് കിങ് D3ലേക്ക് വരുന്നതാണ്. ബ്ലാക്ക് കിങ് അടുത്തായിട്ട് കിങ്ങിനെ D7ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇനി എന്തായിരിക്കും വൈറ്റിന് ചെയ്യാൻ സാധിക്കുക?
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിങ്ങിന് എന്തായാലും D4ലേക്ക് വരാൻ സാധിക്കില്ല. അത് മൈൻഡ് സ്ക്വയർ ആണ്. പിന്നെയുള്ള ഒരു സാധ്യത ഈ കിങ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് വൈറ്റിന് യാതൊരു രീതിയിലും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു മൂവ് ഇവിടെ വൈറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ മൂവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശ ധാരണ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൊസിഷനിലെ കൃത്യമായ മൂവ് ഈ പോണിനെ E4ലേക്ക് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അടുത്തായിട്ട് ബ്ലാക്ക് ആണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് പോണിനെ F4ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. വൈറ്റ് കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ബ്ലാക്ക് കിങ് E6ലേക്ക് മൂവ് ചെയ്യുന്നു. വീണ്ടും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ കിങ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? കിങ് F2ലേക്കാണോ അല്ലെങ്കിൽ കിങ് F3ലേക്കാണോ? കിങ്ങിനെ നമ്മൾ F3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ഈ പോണിനെ വെട്ടിയെടുക്കുന്നതാണ്. ഓക്കെ, പിന്നീട് ഈ വൈറ്റ് കിങ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പോണിനെ വീണ്ടും വെട്ടിയെടുക്കാൻ ബ്ലാക്കിന് സാധിക്കും. എന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ കിങ് F3ലേക്ക് വരിക എന്നുള്ളത് മൈൻഡ് സ്ക്വയറിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെയാണ്. അപ്പോൾ കിങ് F3 എന്ന് പറയുന്നത് നല്ല മൂവായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. പിന്നെയുള്ള ഒരു മൂവ് എന്ന് പറയുന്നത് കിങ്ങിനെ F2ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബ്ലാക്ക് കിങ് ഈ പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റ് കിങ്ങിന് F3ലേക്ക് വരികയും, ഇപ്പോൾ നമുക്കറിയാം ബ്ലാക്ക് കിങ് മൈൻഡ് സ്ക്വയറിലാണുള്ളത്. ഈ കിങ്ങിന് ഇവിടുന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ വൈറ്റിന് ഈ പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഡിവോഴ്സിസ് എൻഡ് ഗെയിം മാനുവലിന്റെ 3ാമത്തെ ഭാഗത്തിൽ നമ്മൾ മൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന സങ്കല്പത്തെ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഭാഗവുമായി ഉടനെ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.